സാറിന് മലയാളത്തിന് ഇപ്പോൾ ഏക ഒരു ബഹുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സാറിൻ്റെ കവിതാ സമാഹാരത്തിന്. എങ്ങനെ ഇത് കാണുന്നു? ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ഒരു ദിവസമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. കാരണം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിലെ ഏറ്റവും വലിയൊരു പുരസ്കാരം തന്നെയാണ്. ആ ഭാഷയിൽ നിന്ന് ഒരു വർഷം ഒരു കൃതിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് ഇപ്രാവശ്യം കവിതയ്ക്ക് കിട്ടി, കവിതയിൽ തന്നെ എനിക്ക് കിട്ടി എന്നുള്ളത് കഴിഞ്ഞ 35 വർഷമായി കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കൊരു വലിയ അംഗീകാരമായി. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നന്നായി എന്ന് എന്നോട് വായനക്കാർ പറയുന്നത് പോലെ ആണ് ഞാൻ ഈ അവാർഡിനെ കാണുന്നത്. അങ്ങേയറ്റത്തെ സംതൃപ്തിയും സന്തോഷവും ഒക്കെ ഈ അവാർഡ് കിട്ടുമ്പോൾ എനിക്കുണ്ട്. കാരണം ഈ അവാർഡിൻ്റെ ഒരു പ്രാധാന്യവും ഇതിൻ്റെ ഒരു പ്രാധാന്യം, ഒരു ദേശീയ പ്രാധാന്യമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇവിടെ മിനിസ്ട്രിയിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ സാഹിത്യ അക്കാദമിയിൽ ഞാൻ എക്സ് ഒഫീഷ്യോ മെമ്പറാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ. അപ്പോൾ തന്നെ അതിനു മുമ്പ് നമുക്കറിയാമെങ്കിലും അവാർഡ് കിട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ട്, എത്രയോ മികച്ച എഴുത്തുകാരുണ്ട്, അതിൽ നിന്ന് നമ്മുടെ കൃതി ആ സോൺ ഓഫ് കൺസിഡറേഷനിൽ വന്ന് അതിനെ ലിസ്റ്റിൽ നിന്ന് ഓരോ പടവും കടന്ന് അവസാനം ഒരു ജൂറി നമ്മളുടെ പേര് ശുപാർശ ചെയ്ത് അതിവിടുത്തെ നിർവാഹക സമിതി അംഗീകരിച്ചിട്ടാണ് ഇത് കിട്ടുക. അത്ര എളുപ്പമല്ല ഇതിൻ്റെ പ്രക്രിയ. ആ പ്രക്രിയയിലൊക്കെ കടന്ന് ഇവിടെ വന്നതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. എൻ്റെ കവിതകൾ ആരൊക്കെ വായിച്ച് ഈ കൃതി കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ വരുന്നത്. അത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു എന്നുള്ളതും എൻ്റെ ഇതുവരെയുള്ള സംഭാവനകളെല്ലാം കണക്കിലെടുത്തു എന്നുള്ളതും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എന്തെന്നില്ലാത്ത സംതൃപ്തി എനിക്ക് തരുന്നു. എന്താ അവാർഡ് ഇപ്പോൾ ഈ കവിത എഴുതുന്ന ഞങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ചിലവ് പ്രതീക്ഷ വരും. അല്ലാതെ ഇതിപ്പോൾ ഈ വർഷം സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുമെന്നൊന്നും ഞാനങ്ങനെ കണക്കാക്കിയിട്ടില്ല. കിട്ടിയതിൽ സന്തോഷം. ഈ കവിത എഴുതാനുള്ള സാഹചര്യം എന്താണ്? ഇത് ഒരു കവിതയല്ല, ഇത് ഏതാണ്ട് 35 കവിതകൾ അടങ്ങുന്ന ഒരു സമാഹാരമാണ്. എൻ്റെ 10ാമത്തെ കവിതാ സമാഹാരമാണ്. ഞാനെല്ലാം കൂടി ഇപ്പോൾ 47 കൃതികൾ എഴുതി. ഒരു 40 മലയാളത്തിൽ, 7 ഇംഗ്ലീഷിലും. ഇംഗ്ലീഷിൽ എൻ്റെ 3 കവിതാ സമാഹാരങ്ങളുണ്ട്, മലയാളത്തിൽ 12 ഉണ്ട്. ഇതിനകത്ത് 10ാമത്തെ കൃതിയാണ്. ഇതിന് ശേഷം 2 വന്നിട്ടുണ്ട്. 10ാമത്തെ കാവ്യ സമാഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓരോ കാലഘട്ടത്തിൽ, ഞാൻ 1986 തോന്നുന്നു എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം ഇറങ്ങുന്നത്. അത് ഞാൻ കോഴിക്കോട് കളക്ടറാണ് അന്ന്. പിന്നെ അത് ഒറ്റപ്പെട്ടവൻ്റെ പാട്ട് എന്നാണ് അതിൻ്റെ പേര്. വളരെ ചെറിയൊരു പുസ്തകമാണ്. അന്ന് തൊട്ട് നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തിനാണ് എഴുതുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, നമ്മൾ ചുറ്റും കാണുന്ന യാഥാർത്ഥ്യങ്ങൾ, അത് നമ്മളെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ, നമ്മൾ നടത്തിയിരുന്ന, നമ്മൾക്ക് വളരെ വിലപ്പെട്ടതെന്ന് നമ്മൾ കരുതിയിരുന്ന വിശ്വാസങ്ങളെല്ലാം ഹനിക്കപ്പെടുന്ന കാലത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരെയും പോലെ ഒരു കവിക്കും ആകാംക്ഷകളും ആകുലതകളും ഒക്കെ ഉണ്ടാകും. കവി അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് ആഴത്തിൽ അതിനെ എടുത്ത് അയാൾക്കറിയാവുന്നുള്ള ഭാഷയിൽ അയാൾ കണ്ട ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഇമേജറിയിലൊക്കെ അതിനെ ആവിഷ്കരിക്കുമ്പോഴാണ് കവിത, ഓരോ കവിയും വ്യത്യസ്തമായിട്ട് എഴുതുന്നത്. നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കവികൾ കാണുന്നതൊക്കെ ഒരേ കാര്യം തന്നെ, പക്ഷേ ഓരോ കവിയും വ്യത്യസ്തമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയും തൻ്റെ ജീവിതത്തിനോടുള്ള, ആ ജീവിത കാലഘട്ടത്തിനോടുള്ള തൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് ഓരോ തരത്തിലാവും. അങ്ങനെ ഞാൻ ഈ പിങ്കളകേശരിക്കകത്ത് പറയുന്നത് തന്നെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ദുഃഖങ്ങളും ദുരന്തങ്ങളും ആകാംക്ഷകളും ഒക്കെ തന്നെയാണ്. അത് ഓരോ ജീവിത സന്ദർഭങ്ങളിൽ കാണുന്നു. അങ്ങനെയാണ് ഈ പുസ്തകം. അത് കാലഘട്ടത്തിനോട് നീതി പുലർത്തുന്നു എന്നാണ് എനിക്ക്, ആ കവിതകൾ അങ്ങനെയുള്ളതാണെന്നാണ് എൻ്റെ ഒരു ചെറിയ അവകാശവാദം. കവിതയ്ക്ക് പുരസ്കാരം കിട്ടുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? കവിതയ്ക്ക് വേറെ എനിക്ക് പുരസ്കാരങ്ങൾ ഇതിനു മുമ്പ് പലതും കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടില്ല, പക്ഷെ നാട്ടിലാണെങ്കിലും പുരസ്കാരങ്ങൾക്ക് എനിക്ക് കുറവില്ല. എനിക്ക് ഒരുപാട് പേര് എന്നെ പുരസ്കരിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷവുമാണ്. എന്നാൽ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുമ്പോൾ അത് കവിതയ്ക്ക്, നമ്മൾ 35 വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖല. ഞാനിപ്പോൾ ഗാനരചയിതാവുന്നതോ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതുന്നതോ ഒക്കെ അടിസ്ഥാനപരമായ ഒരു കവിത്വം കൊണ്ടാണ്. അതാണ് തട്ടകം. അതിന് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ ഏരിയയ്ക്ക് അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. 35 വർഷമായിട്ട് കവിത എഴുതിയിട്ട് ഈ ഒരു അവാർഡ് എന്നെ സംബന്ധിച്ചിടത്തോളം, ആ കവിത എഴുത്ത് കൊള്ളാം, അത് ചെയ്ത പ്രവൃത്തി നന്നായി എന്ന് പറയുന്ന ഒരു, എന്താണ്, ഒരു പാറ്റ് ഓൺ ദ ബാക്ക് എന്ന് പറയുന്ന ഒരു എഫക്റ്റാണ് എനിക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും കവിതകളുടെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് കോവിഡ്, വിസിറ്റിംഗ് കാർഡ്സ്, അങ്ങനെ വളരെ കറണ്ടായിട്ടുള്ള വിഷയങ്ങളുടെ ഒരു ഇത് കാണുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ അതൊരു കുറച്ച് ആത്മകഥാപരവും ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് വിസിറ്റിംഗ് കാർഡ് എന്നുള്ള കവിതയുണ്ട്. കാരണം ഞാൻ 10-35 വർഷം ഉദ്യോഗസ്ഥരിടുമ്പോൾ പല വിസിറ്റിംഗ് കാർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഡയറക്ടർ, സെക്രട്ടറി, പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി ഒക്കെ, ഇവിടെ ജോയിൻറ്റ് സെക്രട്ടറി. ഈ കാർഡുകളൊക്കെ ബാക്കി നമ്മുടെ എപ്പോഴും കുറച്ചുണ്ടാവും. അവസാനം റിട്ടയർ ചെയ്തപ്പോൾ ഞാനിതെല്ലാം കൂടെ നോക്കിയിട്ട് ഇത് ഇനി വെച്ചുകൊണ്ടതിന് എന്താ കാര്യം,
യാതൊരു കാര്യമില്ല. എൻ്റെ കാർഡുകൾ പലരുടെയും കാണാം, അവരുടെ കാർഡ് എൻ്റെ ഉണ്ട്. ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഈ കാർഡൊന്നും ഇല്ലാതെ നീ ആരെങ്കിലും ആണോ, അതാണ് ഇപ്പോൾ ആരെങ്കിലും ആണോ എന്നാണ് ഇപ്പോൾ ഈ അവാർഡ് എന്നോട് പറയുന്നത്. അത് നീ കവിയാണെന്ന് പറഞ്ഞതാണ്. ഈ കാർഡുകൾ നഷ്ടപ്പെട്ട എനിക്ക് കവിതയുടെ ഒരു കാർഡ് അക്കാദമി നീട്ടിത്തരുന്നത് എന്നതില്ലാത്തൊരു സന്തോഷം തന്നെ.